sunshine. എല്ലാ ക്രൂഷ്യസിലേക്ക് സ്വാഗതം. ഇത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? വരും. ആദ്യമേ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് നമുക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. കുറച്ച് കറിവേപ്പില, കുറച്ച് കൊച്ചുള്ളി, സവാള ഇത്രയിട്ട് ആദ്യമേ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ആവശ്യത്തിനനുസരിച്ച് വഴലാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് ചേർത്ത് മിക്സ് ചെയ്യാം. ചിക്കനകത്ത് നമ്മൾ കൊച്ചുള്ളി ഇടുന്ന കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. സവാള ചേർത്ത് ഉണ്ടാക്കാറുണ്ട്. കൊച്ചുള്ളി ചേർത്ത് കുറച്ചുകൂടെ നന്നായിട്ട് നല്ല ടേസ്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കുറേ കൊച്ചുള്ളിയും കൂടെ ആഡ് ചെയ്തത്. ഉള്ളി ഏകദേശം വഴണ്ടി വരുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. എരിവിനനുസരിച്ചുള്ള പച്ചമുളക്, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരു അരമണിക്കൂറായിട്ട് അതിൻ്റെ പൊടികളെല്ലാം, അതായത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചിക്കൻ മസാല, കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇതെല്ലാം ചേർത്ത് നമ്മൾ ഒരു അരമണിക്കൂറായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് നമ്മുടെ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഉള്ളി ഇപ്പം നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്ന മസാല എല്ലാം ചേർത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം. മസാല എല്ലാം ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് ചിക്കനകത്ത് നന്നായി അരമണിക്കൂർ ആയതുകൊണ്ട് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. എത്ര മണിക്കൂർ കൂടുതൽ നമുക്ക് വെക്കാവോ അത്രയും നല്ലത്. ഇതെല്ലാം ഒരുമിച്ച് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചാനൽ കാണുന്നവർ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് നമ്മൾ ടൊമാറ്റോ ഒരു 3 പീസ് ടൊമാറ്റോ ഉണ്ട്. ഇത് ഞാൻ മിക്സിയിലൊന്ന് പ്യൂരി ആക്കിയതാണ്. അതും കൂടെ ഇതിനകത്തേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് കുറച്ച് ശകലം വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് വേവാൻ വയ്ക്കുക. നമ്മൾ കുറച്ച് വെള്ളം, അരപ്പെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് ആ വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനെ ശല്യം ചെയ്യരുത്, ഇതവിട്ടിരുന്ന വേവട്ടെ. ഇപ്പം നമ്മുടെ ചിക്കൻ കറി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ അതിൻ്റെ വെള്ളമൊക്കെ പിടിച്ച് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമുക്ക് കുറച്ച് നെയ്യ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് വേണമെന്നുള്ളവർ ഇട്ടാൽ മതി. ഞാൻ എപ്പോഴും ചിക്കൻ കറി വെക്കുമ്പോൾ അതിനകത്ത് ലാസ്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാറുണ്ട്. നിങ്ങൾക്കും അങ്ങനെ ചെയ്യാം.
അതും കൂടെ ഒന്ന് ചേർത്ത് സെറ്റാക്കി എടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ കറി താണ്ട് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇത് സെർവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ.